ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചതിയനായ കെവിനും ഇസബെല്ലയ്ക്കും അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ദേവികയും ശാരികയും ചേർന്ന് കൊടുത്തിരിക്കുന്നത്. ദേവികയോട് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ശാരികയെ തന്ത്രപൂർവ്വം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ടോർച്ചർ ചെയ്യാം എന്നാണ് കെവിനും ഇസബെല്ലയും കണക്കുകൂട്ടിയിരുന്നത്. പക്ഷേ ശാരികയാണെങ്കിൽ ഇസബെല്ലയുടെ ഒരു ഭീഷണിക്ക് മുൻപിലും പതറുന്നില്ല എന്ന് മാത്രമല്ല, ഇസബെല്ലയ്ക്ക് മുഖത്തടിക്കുന്നത് പോലുള്ള മറുപടി തന്നെ കൊടുത്തുവിടുന്നു. ഏതായാലും ബുദ്ധിമതിയായ ശാരിക താൻ എവിടെയുണ്ടെന്നുള്ള ഒരു കാര്യം ലൊക്കേഷൻ മാപ്പ് അയച്ചു കൊടുത്ത് ദേവിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് മണ്ടനായ കെവിൻ അറിയാതെ തന്നെ. അങ്ങനെ ഇസബെല്ലയുടെ വീട്ടിലേക്ക് ശാരികയെ രക്ഷിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ദേവിക. നിൻ്റെ ചേച്ചിയെ കണ്ടിട്ടാണോ നിൻ്റെ ഇളക്കം എന്നെല്ലാം ഇസബെല്ല ചോദിക്കുമ്പോൾ, അതെ, എൻ്റെ ചേച്ചിയെ കണ്ടിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചേച്ചി കിട്ടാൻ പുണ്യം ചെയ്യണമെന്നും നിനക്കൊന്നും എൻ്റെ ചേച്ചിയുടെ കാല് കഴുകി വെള്ളം കുടിക്കാനുള്ള യോഗ്യതയില്ല എന്നെല്ലാം ഇസബെല്ലയുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട് കേട്ടോ ശാരിക. മാത്രമല്ല, നന്ദേട്ടൻ എവിടെയാണ് നിങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നതെങ്കിലും ഞങ്ങളത് കണ്ടുപിടിക്കുമെന്നും ശാരിക പറയുന്നു. അവരുടെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കുന്നു. തുടർന്ന് നീ കെവിനെയാണ് പ്രണയിക്കുന്നത് എന്ന് പറഞ്ഞ് നിൻ്റെ ചേച്ചി ദേവിക ഇവിടെ വന്ന് കുറേ ഷോ കാണിച്ചു. പക്ഷേ അതൊക്കെ ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാമെന്നെല്ലാം ഇസബെല്ല പറയുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന ശാരിക, എനിക്കിതൊന്നും കേട്ട് നിൽക്കാൻ നേരമില്ല, എനിക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ശാരിക അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നതും ശാരികയെ പിടിച്ചു നിർത്തി അവളെ തല്ലാനായിട്ട് ഇസബെല്ല കൈയോങ്ങുന്ന സമയത്താണ് ദേവിക വരുന്നത്. ദേവിക ശാരികയെ രക്ഷിക്കാനായിട്ട് അവിടേക്ക് വരുമെന്നുള്ളൊരു കാര്യം ഇസബെല്ലയും കെവിനും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല, ഇസബെല്ലയുടെയും കെവിൻ്റെയും കിളി പറത്തുന്ന രീതിയിലുള്ള ചില സത്യങ്ങൾ ദേവികയും ശാരികയും അവരോട് വിളിച്ചു പറയുന്നു. അതായത് അവരുടെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി തന്നെ കെവിനുമായിട്ട് പ്രണയമുണ്ടെന്ന് നടിച്ച് ശാരിക കൂടെ കൂടിയതാണെന്നും മാത്രമല്ല അവരുടെ എല്ലാ നാടകങ്ങളും തങ്ങൾക്ക് മനസ്സിലായി എന്നും അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ദേവികയും ശാരികയും. മാത്രമല്ല, ഇസബെല്ലയും കെവിനും കരുതുന്നത് പോലെ തങ്ങളത്ര മണ്ടന്മാരല്ല എന്ന് അവരെ രണ്ടുപേരെയും അറിയിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ദേവികയ്ക്കും ശാരികയ്ക്കും ഉണ്ട്. അങ്ങനെ സത്യങ്ങളൊക്കെ അറിഞ്ഞതോടുകൂടി വമ്പൻ തിരിച്ചടി തന്നെയാണ് ഇസബെല്ലയ്ക്കും കെവിനും കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇസബെല്ലയുടെ കലി അടങ്ങുന്നില്ല. അപ്പോൾ ഇസബെല്ല പറയുന്നുണ്ട്, നീ ചെയ്തതിനൊക്കെ നീ അനുഭവിക്കാൻ പോകുന്നുള്ളൂ എന്നെല്ലാം പറയുമ്പോൾ, ഭരണപക്ഷത്തെ MLA ആയ ഞാൻ തന്ത്രപൂർവ്വമാണ് ലക്ഷ്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫോൺ, ഈ കോളിപ്പോൾ റെക്കോർഡിലാണെന്നും അതുകൊണ്ട് തന്നെ മീഡിയാസൊക്കെ എല്ലാം അറിയാനായിട്ട് അധികം നേരം വേണ്ട, അതുകൊണ്ട് നിങ്ങൾ തന്നെയായിരിക്കും കുടുങ്ങാൻ പോകുന്നത് എന്ന് ചുട്ട മറുപടി തന്നെ ദേവിക കൊടുക്കുന്നു. അങ്ങനെ പോകുന്നതിന് മുൻപായിട്ട് കെവിനോടായിട്ട് ശാരിക പറയുന്നുണ്ട്, കെവിൻ ചേട്ടാ, ഇനി ഏതായാലും ജയിലും കോടതിയൊക്കെ ആയിട്ട് കഴിയാനായിരിക്കും കുറച്ചു കാലം വിധി. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും നല്ല കുട്ടിയെ കണ്ടുപിടിച്ചിട്ട് വിവാഹം കഴിക്കണം. ഇനി പ്രേമം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ വിശ്വസിക്കാൻ നിൽക്കണ്ട. എന്നെപ്പോലെ കരുണയില്ലാത്തവരായിരിക്കും എല്ലാവരും എന്നൊക്കെ കളിയാക്കുന്ന മട്ടിൽ കെവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ശാരിക. ഇതേസമയം ഇസബെല്ലയാണെങ്കിൽ ദേവികയുടെ കൈ തടഞ്ഞു പിടിക്കുമ്പോൾ ഇസബെല്ലയുടെ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കുകയാണ് ദേവിക. എന്നിട്ട് പറയുന്നുണ്ട് ഇതൊരു ടോക്കണാണെന്നും ബാക്കിയുള്ളത് പുറകെ വരും എന്നൊരു താക്കീതും നൽകുന്നു. ഏതായാലും ദേവിക വന്ന് ശാരികയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത് കെവിനും ഇസബെല്ലയ്ക്കും നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇസബെല്ലയേക്കാൾ വലിയൊരു തിരിച്ചടി കെവിനാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ശാരിക തന്നെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ തൊട്ടടുത്തൊരു നിമിഷം വരെ കെവിൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മറിഞ്ഞിരിക്കുകയാണ്. ശാരികയിൽ നിന്നും ഇങ്ങനെ ഒരു ചതി ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും കെവിൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസബെല്ലയേക്കാൾ വലിയൊരു ചതിയാണ് കെവിന് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പിന്നീട് വീട്ടിലെത്തി രാധികയുടെ നിർബന്ധത്തിന് വഴങ്ങി ദേവികയും ശാരികയും എല്ലാം രാധികയോടും മാധവേട്ടനോട് തുറന്നു പറയുന്നുണ്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് കുഴപ്പങ്ങളിലേക്ക് നീങ്ങില്ലേ എന്നെല്ലാം രാധിക ചോദിക്കുമ്പോൾ, ഇല്ലമ്മേ, എല്ലാത്തിനും ഇനിയാണ് അവസാനം ഉണ്ടാകാനായിട്ട് പോകുന്നത്. ഇനി കെവിനും ഇസബെല്ലയും ഏത് രീതിയിലാണ് നീങ്ങാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. അതുകൊണ്ടാണ് എല്ലാം അവരോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞത്. ഞാനും ശാരികയും എല്ലാം പഠിച്ചിട്ടാണ് എല്ലാം അവരോട് തുറന്നു പറയാൻ തീരുമാനിച്ചത് എന്നും ദേവിക പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് പ്രകാശൻ അടുത്ത ഒരു നീക്കവുമായിട്ട് ഗിരീഷിൻ്റെ വീട്ടിലെത്തുന്നു. അപ്പോൾ വീണ്ടും എന്തിനാ വന്നതെന്നൊക്കെ അപ്പച്ചി ചോദിക്കുമ്പോൾ നന്ദൻ്റെ കാര്യം അറിയാതെ ഒരു സമാധാനം ഇല്ല എന്നും അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ലവനായി തന്നെ അഭിനയിക്കുന്നു. ഏതായാലും അപ്പച്ചിയും രജനിയാണെങ്കിൽ അയാളുടെ അമധുരം പുരട്ടെ വാക്കിൽ വീണു പോകുന്നുണ്ടെങ്കിലും ഗിരീഷിന് പ്രകാശിൽ പൂർണ്ണ വിശ്വാസമൊന്നും വന്നിട്ടില്ല. എൻ്റെ സംശയം നന്ദൻ്റെ തിരോധാനത്തിന് പിന്നിൽ അവർ തന്നെയാണെന്നാണ് അരുന്ധതി.
അവരുടെ വീട്ടിലേക്ക് പോയിട്ട് ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ എല്ലാ സത്യവും മനസ്സിലാക്കാൻ കഴിയും എന്നെല്ലാം പ്രകാശ് പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും അരുന്ധതിയുടെ മേൽ എല്ലാ കുറ്റവും അവരെ കുറ്റക്കാരിയാക്കാൻ തന്നെയാണ് പ്രകാശ് ഒരു ശ്രമം നടത്തുന്നത്. പക്ഷേ ഗിരീഷിനാണെങ്കിൽ പ്രകാശ് പറയുന്നതൊന്നും ഒട്ടും വിശ്വാസം തോന്നുന്നില്ല. എല്ലാം പുകമറ സൃഷ്ടിക്കാനുള്ളൊരു ശ്രമമാണോ പ്രകാശിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് ഉള്ളൊരു സംശയം ഗിരീഷിന് ബലപ്പെടുന്നുണ്ട്. പ്രകാശിൻ്റെ ഓരോ വാക്കുകളും സംശയദൃഷ്ടിയോടെ നോക്കിക്കാണാൻ മാത്രമേ ഗിരീഷിന് കഴിയുന്നുള്ളൂ. പോലീസ് അന്വേഷണം നടക്കല്ലേ, എത്രയും പെട്ടെന്ന് നന്ദനെ അവർ കണ്ടെത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നൊരു മറുപടി മാത്രമാണ് കേട്ടോ ഗിരീഷ് കൊടുക്കുന്നത്. പിന്നീട് ദേവിക ചന്ദ്രോത്തെത്തി കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. കെവിനും ഇസബെല്ലയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് കിട്ടിയത്. നമ്മളെല്ലാം മനസ്സിലാക്കി എന്നറിഞ്ഞപ്പോൾ അവരുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു എന്നും ദേവിക പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ദേവിക പറയുന്നുണ്ട്, അച്ഛൻ ഒന്നുകൂടി ഒന്ന് DGPയെ വിളിക്കണം, അന്വേഷണം ഒന്ന് ഊർജിതമാക്കാൻ പറയണം എന്നൊക്കെ ദേവിക പറഞ്ഞതിനെ തുടർന്ന് സിദ്ധു വീണ്ടും DGPയെ വിളിച്ചിട്ട് എൻ്റെ മകനെ കാണാതായിട്ട് കുറേ ദിവസമായെന്നും ഇതുവരെ അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഇല്ല എന്നെല്ലാം പരാതിപ്പെടുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്നൊരു ഉറപ്പ് അദ്ദേഹം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും DGP ഐസക്കിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് നന്ദനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നൊരു കർശനമായിട്ടുള്ളൊരു നിർദ്ദേശം ഐസക്കിന് നൽകുന്നുണ്ട് കേട്ടോ. എന്തായാലും നന്ദനെ കണ്ടുപിടിക്കുന്നതിൽ ഇനി ഉഴപ്പ് കാണിച്ചു കഴിഞ്ഞാൽ തൻ്റെ തൊപ്പി തെറിക്കാൻ പോലും സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യം ഐസക്കിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നന്ദനെ കണ്ടുപിടിക്കാൻ തന്നെ അയാളും തീരുമാനിക്കുന്നു. ഏതായാലും ദേവികയുടെ ഷാഡോ പോലീസ് എല്ലാത്തിനും പിന്നിൽ കളിച്ചിരിക്കുന്നത് പ്രകാശനാണെന്നുള്ള സത്യം ഉടനെ തന്നെ കണ്ടെത്തും എന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്